കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന പൊതുപരിപാടി വൈകിട്ട് 3:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നടന്മാരായ കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ മമ്മൂട്ടിയെ മന്ത്രി വി ശിവൻകുട്ടി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രതിപക്ഷത്തിനും ക്ഷണമുണ്ടെങ്കിലും പങ്കെടുക്കില്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അടക്കം മുൻ പേജ് പരസ്യം നൽകി വൻ പ്രചാരണമാണ് പ്രഖ്യാപനത്തിന് സർക്കാർ നൽകിയത്. വി അരുൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, വലിയ താരനിര തന്നെയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിക്ക്. എന്തായാലും സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ. പക്ഷെ അപ്പോൾ പോലും പ്രതിപക്ഷം ഈ ചടങ്ങിൽ വിട്ടുനിൽക്കുകയാണ്. ഇത് PR ആണ്, സർക്കാരിന്റെ തട്ടിപ്പാണ് എന്ന് ആവർത്തിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് അടക്കം, പ്രതിപക്ഷം ഒന്നടങ്കം. എപ്പോഴത്തേക്ക് ഈ ചടങ്ങ് ആരംഭിക്കും? എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്തുകൊണ്ട് പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല? ഭവ്യ, വൈകിട്ട് 5 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള ആഘോഷ ചടങ്ങ്. മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ്. ഏതായാലും മമ്മൂട്ടി ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി തലസ്ഥാനത്തെത്തുന്നത്. വലിയ സ്വീകരണം അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരിട്ട് വിമാനത്താവളത്തിലെത്തി മമ്മൂട്ടിയെ സ്വീകരിച്ചു. കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കുമെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ്. വൈകിട്ട് 5 മണിക്കാണ് ഈ പരിപാടി നടക്കുക. വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി ഇത് മാറ്റാൻ, വലിയ ജനപങ്കാളിത്തവും കൂടിയുള്ള ഒരു ആഘോഷമാക്കി മാറ്റാനാണ് സർക്കാരിന്റെ തീരുമാനം. പുതുയുഗ പിറവി എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്ന ചരിത്ര മുഹൂർത്തമെന്ന് സ്പീക്കറൊക്കെ വിശേഷിപ്പിച്ച ഒരു പരിപാടിയാണ്. അത് വലിയ രീതിയിൽ ആഘോഷിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഏതായാലും പ്രതിപക്ഷം ഇതിൽ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ കണക്കുകളിൽ പ്രതിപക്ഷത്തിനും BJPക്കും വിശ്വാസമില്ല. ഈ 60,000 പേർ എങ്ങനെയെന്ന കണക്കാണ് പ്രതിപക്ഷവും BJPയും ചോദിക്കുന്നത്. AY കാർഡ് ഉടമകൾ തന്നെ 5 ലക്ഷത്തോളം വരും. അവർ സ്വാഭാവികമായി അതിദരിദ്രരല്ല എന്ന് വരുന്നതോടുകൂടി ഈ റേഷൻ വാങ്ങാനുള്ള അവകാശം കൂടി പുറത്തു പോകില്ലേ എന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഒരു PR തട്ടിപ്പാണ്, കള്ളക്കണക്കുകളാണ്, പെരുപ്പിച്ച കണക്കുകളാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കാത്തത്. നിയമസഭയിൽ എന്ന പോലെ പ്രതിപക്ഷം ഇവിടെയും ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJPയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണീർ പാടങ്ങൾ. നെല്ല് സംഭരണം പാളിയതോടെ കൊയ്ത നെല്ല് സംരക്ഷിക്കാനായി നെട്ടോട്ടമോടുകയാണ് കർഷകർ. പാടശേഖരങ്ങളിലും തൊട്ടടുത്തുള്ള വീടുകളിലുമൊക്കെ കിൻഡൽ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. മുമ്പൊരിക്കലും ഇത്രയും മോശമായ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. സർക്കാരിനെ വിശ്വസിച്ച് കടം മേടിച്ചും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് പലരും കൃഷിക്കിറങ്ങിയത്. പാടശേഖരങ്ങൾക്ക് ചുറ്റും ദൈന്യത നിറഞ്ഞ കാഴ്ചകളാണ്. എന്താണ് കർഷകന്റെ അവസ്ഥ? പരിശോധിക്കുന്നു ന്യൂസ് 18. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലാണ്. പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പാരക്കേടൻ പാടശേഖരം, അതായത് 90 ഏക്കറാണ് ഈ പാടശേഖരം ഉള്ളത്. അതിനു ചുറ്റുമുള്ള വീടുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വീടിന്റെ മുൻഭാഗം മുഴുവൻ നെല്ല് സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ലോറിയുടെ തൂക്കം കഴിഞ്ഞ് ബാക്കി നെല്ല. ആ നെല്ല് അയാൾ 1 കിൻഡൽ നെല്ലിന് 68 കിലോ അരി വീതം മില്ലുകാരൻ കൊടുക്കണം. അപ്പൊ അവനത് പുഴുങ്ങി കുത്തുമ്പോൾ 68 കിലോ കിട്ടത്തില്ലെന്ന് ബ്രോക്കർ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മളോട് അധികം കിഴിവ് മേടിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മേടിക്കുന്ന കിഴിവ് മില്ലുകാരന് കിട്ടുന്നില്ല. അവൻ ആ പഴയ റേഷ്യോ അനുസരിച്ചുള്ള സാധനമേ കിട്ടത്തുള്ളൂ. 100 കിൻഡൽ നെല്ലിപ്പോൾ ഒരു ലോറിയെ ചെല്ലുന്നു. വേ ബ്രിഡ്ജ് കയറ്റിട്ട് ലോറി തൂക്കി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നെല്ലിന്റെ 1 കിൻഡൽ ഇപ്പൊ 100 കിൻഡൽ ഉണ്ടെങ്കിൽ 68 കിലോ വെച്ച് അരി കൊടുക്കണം. ഒരുപക്ഷെ ഇത്രയും മോശമായ ഒരു സാഹചര്യം കർഷകർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. വലിയ കിഴിവ് ആവശ്യപ്പെടുന്നു മില്ലുകൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ നെല്ലെടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പെട്ട വിലയ്ക്ക്, അതായത് എത്ര കിഴിവാണെങ്കിലും ഇത് കൊടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നു. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് കൃഷിയിടങ്ങളിലെല്ലാം നമുക്ക് കാണാനുള്ളത്. 13 കിലോ കിഴിവിന് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നിന്ന് വന്ന് നെല്ല് അനലൈസ് ചെയ്ത് അവരുടെ റിപ്പോർട്ടും പ്രകാരം 13 കിലോ കിഴിവിന് ഞങ്ങൾ നെല്ല് കൊടുത്തിട്ടുണ്ട്. അന്ന് എന്താണെന്നറിയാം, എടുക്കാൻ ആളുണ്ട്. ഇന്ന് 13 അല്ല 14 പറഞ്ഞാലും എടുക്കാൻ ആരുമില്ല. കൃഷിക്കാരുടെ നെല്ലിപ്പം ഒരു എടുക്കുമ്പോൾ ഈ വള്ളക്കാർക്കില്ലേ 40 രൂപ കൊടുക്കണമെങ്കിൽ 35 രൂപ ഇവിടെ കൊടുക്കത്തുള്ളൂ. ആര് ഏജന്റ് ചോട്ടുകൂലി 45 കൊടുക്കണം, 40 കൊടുക്കുക. ഈ 10 രൂപ കൃഷിക്കാരനെ അവർ അടിച്ചു മാറ്റും.
പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പാടശേഖരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തില് ഇങ്ങനെ ചെറിയ ടർപോളിൻ ഷീറ്റുകൾ വിരിച്ചിട്ട് നെല്ല് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നെല്ല് സൂക്ഷിച്ചിരിക്കുവാണല്ലേ? അതെ, സൂക്ഷിച്ചിരിക്കുക. എന്താ ഒരു സാഹചര്യം? എന്താ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കരക്ക് കയറ്റി ഇടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. കരക്കെല്ലാം നെല്ലാണ്. ഇപ്പം ഇത് ഞങ്ങളുടെ കണ്ടത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു മഴ ഇവിടെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഇത് വെള്ളത്തിൽ തന്നെ പോകും. ഇതിങ്ങനെ എത്ര ദിവസം ഇങ്ങനെ ഉണക്കി ഇങ്ങനെ പോകും? അത് പോകാൻ വലിയ പ്രയാസമാണ്. ഞങ്ങളെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ നെല്ലെടുക്കുക, ഞങ്ങളെ സഹായിക്കാം. ഈ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി ഇത്രയും പാടുപെട്ടുണ്ടാക്കി വെച്ചിട്ട് ഇതാ അവസ്ഥ. ഇത്ര ഒരു 10-15 വർഷമായിട്ട് ഇത്രയും ദയനീയമായൊരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതാണ് കേൾക്കേണ്ടത്. അതായത് ഇത്രയും വർഷക്കാലം ഈ കൃഷിയിടത്തിൽ കർഷക തൊഴിലാളികളുടെ ഒപ്പം ജോലിയെടുക്കുന്ന തൊഴിലാളികളാണ് ഇവർ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ദയനീയമായ ഒരു സാഹചര്യം കർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് സർക്കാരാണ് ഇത് കേൾക്കേണ്ടത്. കർഷകരുടെ വിലാപമാണ് ഈ പാടശേഖരങ്ങളിൽ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അവരുടെ കണ്ണീര് വീണ, അതായത് തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന സർക്കാർ ഈ തൊഴിലാളികളുടെ കണ്ണുനീർ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിക്കാനാവില്ല. അവരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ഈ പാടശേഖരങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അടിയന്തരമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.